Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഭാരതീയ സംസ്കാരത്തോടും ശങ്കരാചാര്യരോടുമുള്ള ആരാധന തലയ്ക്കുപിടിച്ച് ഇന്ത്യ മുഴുവൻ ഒരു കാൽനടയാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജോർഡി എന്ന ഓസ്ട്രേലിയൻ സുന്ദരി. ഒഡീഷയിലെ പുരിയിൽ നിന്ന് തുടങ്ങിയ യാത്രയുടെ 110-ാം ദിവസം ജോർഡി അദ്വൈത ഭൂമിയായ കാലടിയിലെത്തി. അദ്വൈതം ജനനാഥ് ആദിശങ്കര ജനിതനാഥ്. 1-2 മണിക്കൂർ മാത്രമാണ് മൈൻഡ് ഓഫ് അങ്കമാലി ടീം ജോർഡിയോടൊപ്പം ചെലവഴിച്ചത്. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ ഒരു അടുത്ത സുഹൃത്തായി മാറി. യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഇനിയൊരിക്കലും കാണാനാകില്ലല്ലോ എന്ന ഒരു നൊമ്പരവും മനസ്സിലുണ്ടായി. യോഗയിലൂടെയും മെഡിറ്റേഷൻ, സംഗീതം, വായന, നിരന്തര പഠനം എന്നിവയിലൂടെയും ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മറ്റുള്ളവരെ കീഴടക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ജോഡി. 2 ദിവസം ജോഡിക്ക് തങ്ങാൻ അങ്കമാലി വേങ്ങൂരിൽ ഇടമൊരുക്കിയ സത്വ യോഗ അധ്യാപിക സുപ്രിയയ്ക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ജോർഡി നിമിഷ നേരം കൊണ്ട് പ്രിയപ്പെട്ടവളായി. ഇനി ആരാണ് ജോർഡി എന്ന് നോക്കാം. ഓസ്ട്രേലിയയിലെ പെർത്ത് ആണ് സ്വദേശം. സ്പോർട്സ് ആരാധകർ എപ്പോഴും കേൾക്കാറുള്ള പെർത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സമീപത്തു തന്നെ. പെർത്തിലെ പ്രെറ്റി എന്ന സ്ഥലത്ത് 1993-ലാണ് ജോർഡിയുടെ ജനനം. പിതാവ് ഗ്ലെൻ മൂർ നേരത്തെ മരണമടഞ്ഞു. സമസ്ത മേഖലകളിലും മികവ് പുലർത്തിയ ജോർഡിയുടെ പഠന അന്വേഷണ വ്യഗ്രതയ്ക്ക് സ്വകാര്യ ദുഃഖങ്ങളൊന്നും തടസ്സമായില്ല. അവൾ വായനയും പഠനവും അന്വേഷണവും എല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. ലോകമെമ്പാടും സഞ്ചരിച്ചു. പല നാടുകളുടെയും ചരിത്രവും അവിടുത്തെ ഭാഷകളുമെല്ലാം ചെറുതായെങ്കിലും സ്വായത്തമാക്കി. അതിരുവിട്ട വായനയ്ക്കിടെ ജോർഡിയുടെ മനസ്സിൽ കടന്നുകൂടിയതാണ് ശ്രീശങ്കരാചാര്യരുടെ അദ്വൈത ദർശനവും കാലടിയും ശൃംഗേരി മഠവുമെല്ലാം. അങ്ങനെ അദ്വൈത ഭൂമികയിലേക്ക് ഒരു ഏകാന്തയാത്ര എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ജോർഡി. Hi, I'm Geordie and I'm from Perth in Australia, and I'm currently exploring India by foot. I'm walking the 4-Chardham Yatra inspired by Adi Shankara. I began my journey in Puri, Odisha, walked down to Rameswaram and then across to Madurai, and I've made it to Kalari. And then I'll be heading north to Singiri and Gujarat, Dwarka, and finishing my journey in the Himalaya, Badrinath. So I'll be walking around 6,500 kilometres, and I've walked almost 2,000 kilometres thus far. The purpose, I guess, is for a spiritual self journey. Like I said, I've been inspired by Adi Shankara through meditation and yoga. I'm wanting to share the importance of yoga, meditation, music and nutrition for holistic health and healing. And I'm also here to connect with the people in India. I feel really drawn to the culture. I feel really connected to the land and the people here. And how many days? I've been walking so today is 110 days. I had to fly to Sri Lanka and back for a visa renewal, which I may have to do again after another 90 days. And yeah, total, hopefully I reach Badrinath by June. Yeah, so along the way I've been supported and hosted by many Indian people and families and staying in their homes. I've been connected from Andhra Pradesh all the way through, and I'm currently staying with Supriya. He is a yoga instructor in Kaladi here, staying in her beautiful home. And yeah, I feel really blessed and grateful that I've been taken in by the people in India. You have a very helpful, kind, generous nature, and yeah, I'm blown away by it. It's been great. നവംബർ 12-ന് പെർത്തിൽ നിന്ന് വിമാനം കയറി. ഒഡീഷയിലെ പുരിയിൽ നിന്നും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ആദിശങ്കരനെ മനസ്സിൽ ധ്യാനിച്ച് തലമുണ്ഡനം ചെയ്തു.
ഭൂഖണ്ഡങ്ങൾക്കപ്പുറം തികച്ചും അപരിചിതമായ ഒരു രാജ്യത്ത് കേട്ടുകേൾവി മാത്രമുള്ള പ്രദേശങ്ങളിലൂടെ 31കാരിയായ ജോർഡി നടന്നു നീങ്ങും അങ്ങ് ഹിമാലയം വരെ. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് യുവതികളുടെ പകലെന്നും രാത്രിയെന്നും ഭേദമില്ലാതെയുള്ള ഒറ്റയാൾ സഞ്ചാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് അതിനൊരു മറുപടി കൂടിയാണ് ജോർഡിയുടെ ഈ യാത്ര. ഇവൾക്ക് മുൻപിൽ പ്രതിബന്ധങ്ങളേയില്ല. I did a 10-day Vipassana and I had like a spiritual experience that has stayed. I believe over time and research is like Kundalini, and that's something that I activated, but I activated it when I still have a lot of blocks through my chakras, so it was actually really challenging. The past few years have been really challenging trying to get the flow. And it kind of takes you out of this reality essentially, so it was lots of mental, physical health issues and things that I've had to work through, and then the Adi Shankara came through at that same time. So I'm still working out how it's all connected, but so it's been a 3-year journey to get here. The walking, maybe a year before I came, I knew it's like a knowing. I knew I had to come here and walk. How do you feel now? What about Shankaracharya? Birthplace. Yeah. I feel in India in general, I feel really comfortable and really feel like I'm at home. So it's similar with this. I've only been here for 1 day, so hopefully we get out and about a bit today. But there's a sense of a feel of home. Yeah. First time in Kerala? Second time in Kerala. I came 5 years ago, but I went to Cochin. Yeah. Which is close, as a tourist. But it's interesting that I went there because it's close to Kaladi. So I think nothing's a coincidence in this life. And I think I was always going to come here and do this because I reflect on over the years, things that have come through and moments in time where I've been. So I was always going to come here and do this. Yeah. ഉണ്ടായാൽ തന്നെ നേരിടാൻ തക്ക ശാരീരിക മാനസിക ആർജവം ഈ ചെറിയ ശരീരത്തിൽ അവർ കരുതിയിട്ടുണ്ട്. 6500ഓളം കിലോമീറ്ററുകൾ താണ്ടി 1000-ലേറെ ദിവസങ്ങൾ നടന്നു നീങ്ങി ഹിമാലയത്തിൽ യാത്ര അവസാനിപ്പിക്കാനാണ് ജോർഡിയുടെ തീരുമാനം. ഇതിനായി ആരോടും സാമ്പത്തിക അഭ്യർത്ഥനയോ പരസ്യ പ്രചരണമോ ഇല്ല. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മെഡിറ്റേഷൻ, യോഗ, സംഗീത രംഗത്തെ പരിചയമുള്ളവരെ ഫോണിൽ വിളിക്കും. അവർ ഒരുക്കിത്തരുന്ന വീടുകളിൽ ഒരു കുടുംബാംഗത്തെ പോലെ സമയം ചിലവഴിക്കും. അപ്രകാരം ബെംഗൂരിൽ സത്വ യോഗ മ്യൂസിക് ക്ലാസ് നടത്തുന്ന സുപ്രിയയ്ക്ക് വീണുകിട്ടിയ വിശിഷ്ട അതിഥിയായി ജോഡി. 2 ദിവസത്തെ താമസത്തിനിടെ മറക്കാനാകാത്ത ഒരു സ്നേഹം അദ്വൈത ഭൂമിയും സുപ്രിയയുടെ കുടുംബവും ഈ ഓസ്ട്രേലിയൻ യുവതിക്ക് നൽകി. അതിൽ പങ്കാളികളായതിൽ മൈൻഡ് ഓഫ് അങ്കമാലിയും അഭിമാനിക്കുന്നു. I can feel the roots underneath me, giving me the strength to stand tall. Breathe. I'm warming my hands by the fire. You can see a red glow in my eyes. The flames are rising above me. Burn into the smoke, dissolves me. Breathe. 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 സുപ്രിയയുടെ യോഗാ മണ്ഡപത്തിൽ നിറഞ്ഞാടുകയായിരുന്നു ഓസ്ട്രേലിയയുടെ പ്രിയപുത്രി. കുടുംബാംഗങ്ങളും നാട്ടുകാരുമായുള്ള ഫോട്ടോ എടുക്കലും സൗഹൃദ സംഭാഷണങ്ങളുമെല്ലാം വേറെയും. ബെംഗൂരിൽ സുപ്രിയയുടെ വീട്ടിൽ നിന്ന് ആരാധനാമൂർത്തിയായ ആദിശങ്കരന്റെ ജന്മഭൂമിയിലേക്ക് കടക്കുമ്പോൾ കേരളീയ വേഷം വേണമെന്ന് ജോർഡിക്ക് നിർബന്ധം. ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ സൂര്യനാരായണ ഭട്ട് ജോർഡിയെ സ്വീകരിച്ചു. ക്ഷേത്രത്തിന് സമീപത്തെ മുതലക്കടവിൽ ഇറങ്ങി പൂർണ്ണ നദീ തീർത്ഥത്തിന്റെ വൈശിഷ്ട്യം നേരിൽ കണ്ട് അനുഭവിച്ചറിഞ്ഞു. ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപത്തിലും പ്രാർത്ഥന നടത്തി.
സുപ്രിയയുടെ 2 ദിവസത്തെ ആതിഥേയത്വം സ്നേഹപൂർവ്വം മനസ്സിൽ സൂക്ഷിച്ചുവച്ച് ഹിമാലയം ലക്ഷ്യമാക്കി ജോർഡി നടപ്പ് തുടർന്നു. അതിവേഗം മനസ്സിൽ കടന്നുകൂടി ആത്മമിത്രമായി മാറിയ ജോർഡിയെ യാത്രയാക്കാൻ അങ്കമാലി കോതകുളങ്ങര അമ്പലം വരെ സുപ്രിയയും കൂടെ ചേർന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.